ഹലോ മക്കളെ, നിങ്ങളുടെ ക്ലാസ് 12 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇറങ്ങിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം മക്കളെ. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ നിന്നും വിപരീതമായിട്ട് നല്ല രീതിയിൽ ഇൻഡെപ്തിൽ പഠിച്ച കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യവും ഉള്ള പോലെ തന്നെ പല സെക്ഷൻസ് ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി, സെക്ഷൻ ഇ. ഓക്കെ, അപ്പോൾ 5ഓളം സെഷൻസ് ഉള്ളത്. അതിൽ സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 16ഓളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, MCQs ആണുള്ളത്. അസേഷൻ റീസൺ ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. ഓക്കെ, ദെൻ സെക്ഷൻ ബി എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് 2 മാർക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ സെക്ഷൻ സി എന്ന് പറയുന്നത് 7ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ടാണുള്ളത്. സെക്ഷൻ ഡി എന്ന് പറയുന്നത് അത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അഥവാ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അത് 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സെക്ഷൻ ഇ എന്ന് പറയുന്നത് എന്താണെടാ, 3 ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണുള്ളത്. ഇങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഏകദേശം സ്ട്രക്ചർ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുള്ള ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും തന്നെ കമ്പൽസറി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ചില ക്വസ്റ്റ്യൻസിൽ ഓർ ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിലെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ ഈ ഒരു വീഡിയോ കണ്ട് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റഡി കൊണ്ടുപോകേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് കൃത്യമായിട്ട് സാറ് പറയാം. നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്കറിയാം, നമുക്ക് ടോട്ടലുള്ള ചാപ്റ്റേഴ്സ് സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, അതുപോലെ തന്നെ DNF കോർഡിനേഷൻ. ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിലുള്ളത്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വരുന്ന പാർട്ടാണ്. അതിൽ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോൾ, ഫീനോൾ, ഈതർ ഉണ്ട്. ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. അമൈൻസ് ഉണ്ട്. അതുപോലെ ബയോമോളിക്യൂൾ ഉണ്ട്. മക്കളെ, സാർ ഇവിടെ കൃത്യമായിട്ട് ടേബിൾ ചെയ്ത് നിങ്ങൾ കാണാം. ABCDE എന്ന് പറഞ്ഞിട്ട് ഓരോ സെഷനും സാർ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്, സാധാരണ നമുക്ക് 7 മാർക്കിനാണ് പൊതുവേ സൊല്യൂഷനിൽ നിന്നും നമുക്ക് വരാൻ പറ്റുന്ന ചോദ്യം എന്നുള്ളത് എല്ലാ വർഷവും പറയാറ്. അപ്പോൾ ഈ വർഷം നമുക്കത് ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും 2 MCQയും, അതായത് 2 മാർക്കും, ദെൻ B സെഷനിൽ നിന്ന് 2 മാർക്കും, C സെഷനിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ നമുക്കിത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന തന്നെ 7 മാർക്കിനാണ് ഇവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സൊല്യൂഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി നോക്കിയേ, നമുക്കിവിടെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നത് 9 മാർക്കിനാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ പൊതുവേ ചോദിക്കാറ്. 9 മാർക്ക് വരെ 8 to 9 എന്നാണ് പൊതുവേ പറയാറ്. അപ്പോൾ അതിൽ നമുക്കിവിടെ ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ 2 MCQs ആണ്. അപ്പോൾ 2 മാർക്കുണ്ട്. പിന്നെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ സിയിലുള്ളത്. പിന്നെ മറ്റൊന്ന് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ സെക്ഷൻ ഡിയിലുണ്ട്. കേസ് ബേസ്ഡ് സ്റ്റഡി ക്വസ്റ്റ്യൻ ഒരു ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എന്ത് തന്നെ കിട്ടുന്നുണ്ട്, 9 മാർക്കോളം എവിടെ നിന്ന് വരുന്നുണ്ട്, നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ഒരു ഇൻഡിവിജ്വൽ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ഇലക്ട്രോ കെമിസ്ട്രി തന്നെയാണ്. ഇനി അടുത്തത് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ഇവിടെയാണ് നമ്മളൊരു ടെസ്റ്റ് എന്താണ്, നമ്മൾ ഏകദേശം 7 മാർക്കോളമാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പൊതുവെ പ്രതീക്ഷിക്കാറ്. പക്ഷേ ചിലപ്പോൾ അത് 4ഉം 5ഉം ഒക്കെ ആയി പോകാറുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ MCQ പോലും നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, നമ്മളുടെ ഈ പറയുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ MCQ ഉണ്ടാവില്ല എന്നൊന്നും നമുക്ക് പറയരുത്. പക്ഷേ 7 മാർക്ക് എന്നുള്ള ആ മാർക്കിൻ്റെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ 7 മാർക്ക് അതുപോലെ തന്നെ അവിടെ വന്നിട്ടുണ്ട്. സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കണം. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനും പിന്നെ ഉള്ളത് ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യനുമാണ് എവിടുന്ന് വന്നിട്ടുള്ളത്, നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്നൊക്കെ വന്നിട്ടുള്ളത്. അത്ര ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല. കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി കമ്പയർ ചെയ്യുമ്പോഴും എന്ത് തന്നെയാണ്, നമ്മൾ നോർമലി കണ്ടുവരുന്ന നേൺസ്റ്റ് ഇക്വേഷൻ അല്ലേ, ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുമ്പോൾ തന്നെ നേൺസ്റ്റ് ഇക്വേഷൻ ഇല്ലാതെ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ച് തീരൂല എന്ന് നമുക്കൊക്കെ അറിയാം. ആ ഒരു നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യം പോലെ തന്നെ ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേണും ചോദിക്കുന്ന രീതിയും ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. DNF എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ എന്ത് ചെയ്യാറാണ്, DNF എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ അല്ല, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ നിങ്ങൾ അറിയേണ്ട യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ
കെമിക്കൽ കൈനറ്റിക്സിന് എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടോ, സൊല്യൂഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടോ, കോർഡിനേഷൻ കെമിസ്ട്രിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടോ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റർ തന്നെയാണ് ഇതും DNF എന്ന് പറയുന്ന ചാപ്റ്ററും. ഏകദേശം 7 മാർക്കോളമാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാറ്. സാധാരണ 7 മാർക്കോളമാണ് DNF എന്ന് പറയാറ്. എന്നാൽ ഇവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് ആ 7 മാർക്ക് നമുക്ക് കാണാൻ പറ്റും. ഒരു MCQ ആണ് മക്കളെ ആ DNFൽ നിന്നുള്ളത്. DNFൽ നമുക്ക് MCQ വരുമ്പോഴാണ് കുറച്ചുകൂടി കുട്ടികൾ ആൻസർ ചെയ്യുന്നതായിട്ട് സാധാരണ കാണാറുള്ളത്. DNFൽ നിന്നും ലോങ് ആൻസർ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ പൊതുവേ കുട്ടികൾക്ക് മാർക്ക് DNFൽ കുറയുന്നതായിട്ട് പൊതുവേ കാണാറുണ്ട്. എല്ലാവരും കാര്യമല്ല പറയുന്നത്, ഒരു ആവറേജ് നമ്മൾ എടുക്കുന്ന ആ സമയത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എ സെഷനിൽ അഥവാ സെക്ഷൻ എയിൽ MCQ എന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുള്ളത് DNF ഉള്ളത്. അതുപോലെ തന്നെ 2 3 മാർക്ക് ക്വസ്റ്റ്യൻ സെക്ഷൻ സിയിൽ DNFൽ നിന്നുണ്ട്. അതായത് ബിയും ഡിയും ഈയും സെഷനിലൊന്നും DNF ഇല്ല. അത് വിചാരിച്ച് ഇങ്ങനെ വലിയ ക്വസ്റ്റ്യൻസിലൊന്നും ഇല്ല എന്ന് നിങ്ങൾ കരുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്കിവിടെ ഓർ ക്വസ്റ്റ്യൻ ഇല്ല മക്കളെ. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓർ ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്കിലുണ്ടെങ്കിൽ അതേ ടോപ്പിക്കിൽ തന്നെയാണ് ഓർ ക്വസ്റ്റ്യനും വരുന്നത്. ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് അതിനൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ തന്നെയാണ് എന്തും വരുന്നത്, ഓർ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഒരു കുട്ടി DNF എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ഓർ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ DNF എന്ന് പറയുന്ന ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് മറക്കണ്ട. ഇവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എത്ര തന്നെയാണ് 7 മാർക്കാണ്. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് മക്കളെ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള, പൊതുവെ പഠിക്കാൻ രസമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത് പറയുന്നത്, കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ആ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ വന്നത് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ലിഗാൻഡിനെ പറ്റിയിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ നെയിമിങ്ങിനെ പറ്റിയിട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ കോർഡിനേഷൻ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറ് എന്താണെടാ, പൊതുവേ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നെയിം ചെയ്യാൻ അറിയോ, അതുപോലെ തന്നെ VBT അഥവാ വാലൻസ് ബോണ്ട് തിയറീനെ പറ്റിയിട്ട് അറിയോ, അതുപോലെ തന്നെ നമുക്ക് CFTയെ പറ്റി അറിയോ, ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറ്. എന്നാൽ കോർഡിനേഷൻ കെമിസ്ട്രിയിലെ ഏറ്റവും അവസാനം ഈ യൂസസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ഏരിയ പൊതുവേ കുട്ടികൾ എന്ത് ചെയ്യാറാണ്, സ്കിപ്പ് ചെയ്യാറാണ്. എന്നാൽ ആ ഒരു ഏരിയയിൽ നിന്നാണ് നിങ്ങൾ സൂക്ഷിക്കണം 4 മാർക്കിൻ്റെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അത് EDTA എന്ന് പറഞ്ഞ ടോപ്പിക് എന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ അറിയണം EDTAൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ വരെ എന്ത് തന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ടഫാണ് എന്നല്ല പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ വരച്ച് പഠിച്ചാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പൊതുവേ നമ്മളുടെ മൈൻഡ് നമ്മളോട് സ്കിപ്പ് ചെയ്യാൻ പറയുന്ന ഏരിയയിൽ നിന്ന് എന്ത് വന്നിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മക്കൾ മനസ്സിലാക്കണം. ഓക്കെ, ദെൻ അപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രി നമ്മൾ വിചാരിക്കുന്ന 7 മാർക്ക് തന്നെ, ആ 7 മാർക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു MCQ ഉണ്ട്, ഒരു ഷോർട്ട് ആൻസർ അഥവാ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു കേസ് സ്റ്റഡിയിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ടോട്ടൽ എത്ര മാർക്ക് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്ക് തന്നെ വെയിറ്റേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ടോട്ടൽ ഫസ്റ്റ് പാർട്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 37 മാർക്കിനാണ് ഫസ്റ്റ് പാർട്ട്, കെമിസ്ട്രി ഫസ്റ്റ് പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് ടോട്ടൽ 70 മാർക്കാണല്ലോ, അതിൽ ബാക്കിയുള്ള എത്ര വരുന്നത് 33 മാർക്ക് സെക്കൻഡ് പാർട്ടിൽ നിന്നാണ്. ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നമുക്ക് നോക്കാം. ഒന്നാമത്താണ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് അരീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്റർ പറയുന്നത്. അതിൽ ഓർഗാനിക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹലീൻസിൽ നിന്നും 2 MCQs ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ MCQ ഓർഗാനിക്കിൽ നിന്നും വന്നിട്ടുള്ള MCQ ശ്രദ്ധിച്ചാൽ ആ MCQ ശരിക്കും എന്താണ്, നമുക്ക് അത്യാവശ്യം ഇരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട MCQ തന്നെയാണ്. നമ്മൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെന്ന് വിചാരിച്ചിട്ട് ആൻസർ വളരെ ഷോർട്ടാണെങ്കിലും ആൻസറിലേക്ക് എത്തണമെങ്കിൽ റിയാക്ഷൻസ് നമുക്ക് അറിയണം, അതിൻ്റെ കൺവേഷൻ എങ്ങനെയാണെന്ന് അറിയണം. ആ രീതിയിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, പഠിച്ച ഒരു കുട്ടിക്ക്, എങ്ങനെ പഠിച്ച കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ച ഒരു കുട്ടിക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന, എന്നാൽ ഒരു തട്ടിമുട്ടി ഏകദേശമൊക്കെ പരീക്ഷൻ്റെ തലേന്നൊക്കെ മാത്രം പഠിച്ച കുട്ടികൾക്ക് ഒരു പക്ഷേ നല്ല ടഫാവുന്ന ഒരു പേപ്പർ തന്നെയാണ് ഇവിടുത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ 2 MCQ എവിടെ നിന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കാം. ഓർഗാനിക്കുള്ള സെക്കൻഡ് പാർട്ടിലെ എല്ലാ ചാപ്റ്ററിൽ നിന്നും 2 MCQ വീതം വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിന് പുറമെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഒരു 3 മാർക്കിൻ്റെ എന്ത് വന്നിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ സെഷനിലുണ്ട്, സെക്ഷൻ സിയിലുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ ആൽക്കോൾ ഫീനോൾ ഈതർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും 2 MCQ ആണ്. പിന്നെ ഒരു 2 മാർക്കിൻ്റെ ഷോർട്ട് ആൻസർ ആണ്. പിന്നെ ഒരു 3 മാർക്കിൻ്റെ സെക്ഷനിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് പൊതുവേ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് എവിടെ പ്രതീക്ഷിക്കാറുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രതീക്ഷിക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ, ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും ഒന്നുകിൽ ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ പഠിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉണ്ടാവും, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊരു പക്ഷേ ഒരു ചാപ്റ്ററിൽ നിന്നാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഏതാ സാറ് പറയുന്നത്, ഒരു 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യം ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന്
ചോദിക്കുമ്പോൾ അത് ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കേൻസ് ആൻഡ് ഹാലോ അരീൻസ്, ആൽക്കോൾ, ഫീനോൾ, ഈതർ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്സ്, അമൈൻസ്, ഈ 4 ചാപ്റ്ററും കൂടി മിക്സ് ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ 4 ചാപ്റ്ററിൻ്റെ നോളജും ഉള്ള കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആവണം കേസ് സ്റ്റഡിയോ അല്ലെങ്കിൽ 5 മാർക്കോ വന്നാൽ വരാനുള്ളത്. ഇവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ 5 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, ഒരിക്കലും ഇതിലുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്റർ മാത്രം പഠിച്ച കുട്ടിക്ക് ആ 5 മാർക്ക് കിട്ടൂല. കാരണം ആ 5 മാർക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, ഈ പറയുന്ന 4 ചാപ്റ്റർ എന്ത് ചെയ്യാണ് ആ 5 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ മിസ്സാക്കുക, 2 ചാപ്റ്റർ പഠിക്കുക, അങ്ങനെ ഒരു പരിപാടി ഓർഗാനിക് കെമിസ്ട്രിയിൽ പൊതുവേ നിങ്ങൾ ചെയ്യരുത്. പഠിക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങൾ എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് ഓരോ റിയാക്ഷനും അറിയുന്നോ പഠിക്കുന്നോ അത് തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ കിടപ്പ്. അപ്പോൾ മക്കളെ ടോട്ടലി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 33 മാർക്കാണ് സെക്കൻഡ് പാർട്ട് എന്നുള്ളത്. അതിൽ ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ, പൊതുവേ നിങ്ങൾ ഒഴിവാക്കുന്നൊരു ചാപ്റ്ററാണ് ഇത് ബയോമോളിക്യൂൾ. അതെന്താ സാർ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, പൊതുവേ എന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികളിൽ ചിലപ്പോൾ ബയോമോളിക്യൂൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളുണ്ടാവും. അപ്പോൾ ഞാൻ ഒഴിവാക്കുന്ന എന്ന് പറയുന്നത് ജനറലാണ്. അതായത് നമ്മൾ കൂടുതൽ ഒരു 100 കുട്ടികളെ എടുത്താൽ ഏകദേശം 80 കുട്ടികളും ബയോമോളിക്യൂൾ ഒരു കുഞ്ഞു ചാപ്റ്റർ അല്ലേ. കാരണം അവസാനം എടുക്കുന്ന ചാപ്റ്ററാണ് സ്കൂളിലും മറ്റൊക്കെ. പലപ്പോഴും സെമിനാറും മറ്റൊക്കെ ആയിരിക്കും ഈ ചാപ്റ്റർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വിചാരിക്കും എത്രയൊക്കെ തന്നെ ഇതിൻ്റെ പ്രയോറിറ്റി ഉള്ളൂ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ബയോമോളിക്യൂളിൽ 7 മാർക്കാണ് നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ടോട്ടൽ വന്നിട്ടുള്ളത്. അതിൽ തന്നെ നിങ്ങൾ നോക്കിയേ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പൊതുവേ കണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് ഏത് പേപ്പർ അനലൈസ് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും. കേസ് സ്റ്റഡിയിലോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ലോങ് ആൻസറിലോ നിങ്ങൾക്ക് ബയോമോളിക്യൂൾസിൽ നിന്നും ക്വസ്റ്റ്യൻ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ അതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 2 MCQ അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ടോട്ടൽ 7 മാർക്കിൻ്റെ എന്തുണ്ട് വെയിറ്റേജ് നമ്മളുടെ ബയോമോളിക്യൂളിനുണ്ട്. അത് നിങ്ങൾ വിചാരിക്കും അത് ഇപ്രാവശ്യത്തെ ഒരു വെറൈറ്റി ആണോ? അല്ല, പൊതുവേ 7 മാർക്ക് തന്നെയാണ് ബയോമോളിക്യൂളിന് കൊടുക്കുന്ന വെയിറ്റേജ്. എന്നാൽ ചില വർഷങ്ങളിൽ ചിലപ്പോൾ ബയോമോളിക്യൂളിന് ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ മാത്രം വന്നിട്ടുള്ള വർഷങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു 3 MCQ മാത്രം വന്നിട്ടുള്ള അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും മാത്രം വന്നിട്ടുള്ള വർഷങ്ങളുണ്ട്. അത് വിചാരിച്ച് നമ്മൾ ബയോമോളിക്യൂളിന് എഴുതി തള്ളാനായിട്ട് പറ്റൂല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്, ഒരു മുന്നറിയിപ്പാണ് ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബയോമോളിക്യൂളിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ബയോമോളിക്യൂളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പൊതുവേയുള്ള ഏരിയകളിൽ നിന്നൊക്കെ തന്നെയാണ് ചോദിച്ചത്. സാധാരണ ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അതൊന്നും അല്ല ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പൊതുവേ കണ്ടുവരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഒരു അനലൈസിങ് ഉള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താ മക്കളെ, നിങ്ങൾക്ക് ഈ ഓർഗാനിക്കിൻ്റെ ഏകദേശം നമ്മൾ ഈ പറയുന്ന 4ഓളം ചാപ്റ്റർ അല്ലേ, ബയോമോളിക്യൂളിനെ നമ്മൾ ഓർഗാനിക്കിൽ പെടുത്താറുണ്ട്. ഇനി അതല്ലെങ്കിൽ ഹാലോ ആൽക്കേൻസ് ആൻഡ് ഹാലോ അരീൻസ്, ആൽക്കോൾ, ഫീനോൾ, ഈതർ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, അമൈൻസ്, ഈ 4 ചാപ്റ്റർ നല്ല വൃത്തിക്ക് പഠിച്ച കുട്ടിയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ആ വെയിറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം എത്രയാ മക്കളെ? ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ 26 മാർക്കാണ് ഓർഗാനിക്കിൽ നിന്നും ഇവിടെ നമ്മൾ മൊത്തം പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം അതും അതിൻ്റെ കൂടുതൽ ഇവിടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം നിങ്ങളോട് അറിയിക്കാനുണ്ട്. കൃത്യമായിട്ട് നല്ല രീതിയിൽ ഓരോ ചാപ്റ്ററിനെയും അറിഞ്ഞ് പഠിച്ചാൽ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് മക്കൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈവൻ സാധാരണ ഒരു ന്യൂമറിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് MCQയിൽ വരുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മളുടെ കൈനറ്റിക്സിൽ നിന്നോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ MCQയിൽ പൊതുവെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ വർഷത്തെ MCQയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്താൽ മനസ്സിലാവും ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു ചോദിക്കുന്ന രീതി അവരൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നമ്മൾ പ്രയോറിറ്റി കുറഞ്ഞ് കാണുന്ന ചാപ്റ്റേഴ്സിൽ നിന്നും വലിയ ചോദ്യങ്ങളാണ് നമുക്കിവിടെ ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മക്കളെല്ലാവരും ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി അനലൈസ് ചെയ്യുക. നമ്മുടെ സൈലത്തിൻ്റെ ചാനലിൽ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവായിട്ടും അതേപോലെ നമ്മൾ ക്ലാസ് ആയിട്ടും ഒക്കെ നമ്മൾ തരും. നമ്മളുടെ ചാനൽ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഇനി ആരെങ്കിലും ഈ ഒരു കുട്ടികളിൽ തീർച്ചയായിട്ടും നമ്മളുടെ ലൈവ് ഒന്നും കാണാത്ത കുട്ടികൾ നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട്, അവരോട് നമ്മളുടെ ലൈവൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറയും. കാരണം കൃത്യമായി പ്ലാൻ ചെയ്താണ് ഓരോ ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓരോ കുട്ടിക്കും എങ്ങനെയൊക്കെയാണ് ഇത് പെട്ടെന്ന് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ
ഈ ലൈവൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടൈം ടേബിൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടിയൊക്കെ എന്തായിരിക്കും, കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. നിങ്ങളുടെ പ്രീവിയസ് ഇയർ മാത്രമല്ല, ഇനി വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളെ എന്തായാലും നിങ്ങൾക്ക് ആരും പേടിയൊന്നും വേണ്ട. നമ്മൾ ഇങ്ങനെ ഒരു അനലൈസിങ് നടത്തുന്നതിലോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു അവയർനെസ് തീരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മടി പിടിച്ചിരിക്കേണ്ട, ഏതൊക്കെ ചാപ്റ്ററാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സ്കിപ്പ് ചെയ്യേണ്ട എന്നൊക്കെയുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മക്കളെ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ പഠിക്കുക. നമ്മളുണ്ട് കൂടെ. തീർച്ചയായിട്ടും നമ്മുടെ ലൈവുകളൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടിപൊളിയാക്കാം. ഓൾ ദ ബെസ്റ്റ്.